ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ബുൾ സ്ട്രാറ്റജിയിലെ നാലാമത്തെ ആയുള്ള ബുൾ പുട്ട് സ്പ്രെഡ് എന്താണെന്ന്. നമ്മളിവിടെ കഴിഞ്ഞ 3 സ്ട്രാറ്റജി പറയുന്നത് വെരി ബുള്ളിഷ്, മോഡറേറ്റ്ലി ബുള്ളിഷ്, മൈൽഡ്ലി ബുള്ളിഷ്. മൈൽഡ്ലി ബുള്ളിഷിൽ നമ്മൾ സെൽ പുട്ട് എന്ന് പറഞ്ഞ സ്ട്രാറ്റജിയാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ആ വീഡിയോയ്ക്കകത്ത് നമ്മൾ പറഞ്ഞു മാർക്കറ്റ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വളരെയധികം താഴേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ലോസ് വരുമെന്ന്. അപ്പോൾ അതിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് മൈൽഡ്ലി ബുൾസിൽ തന്നെ ബുൾ പുട്ട് സ്പ്രെഡ് എന്ന് പറഞ്ഞത്. നമുക്ക് സമയം കളയാതെ ഈ ബുൾ പുട്ട് സ്പ്രെഡിൻ്റെ പേജിലേക്ക് ഒന്ന് പോകാം. ഇതാണ് ബുൾ പുട്ട് സ്പ്രെഡ്. മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ചേഞ്ച് വല്ലതും വന്നിട്ടുണ്ടോ എന്ന്. ചേഞ്ച് വന്നു. ഇതിപ്പോൾ ലൈവ് ഡാറ്റയാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ 15,833 നിൽക്കുന്നത്. നാളെ എക്സ്പയറി 1-ാം തീയതി, ഇന്ന് 30-ാം തീയതി ജൂൺ. നമ്മുടെ ATM 15,850. അപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് അല്പം പോകും, പക്ഷേ ഇതിന് താഴെ പോകില്ല എന്നുള്ള നമ്മൾ നേരത്തെ സെൽ പുട്ട് അതെ ഇത് തന്നെയാണ്. അപ്പോൾ നമ്മൾ അതിനെ ഒരു സ്പ്രെഡ് ചെയ്യാണ്. അതായത് ഒരു ലോവർ സ്ട്രൈക്കിലെ ഒരു പുട്ട് നമ്മൾ ബൈ ചെയ്യുന്നു. ഒരേ എക്സ്പയറേഷൻ്റെ ഹയർ സ്ട്രൈക്കിലെ പുട്ട് സെല്ല് ചെയ്യുന്നു. അതായത് 15,850 പുട്ട് നമ്മൾ സെല്ല് ചെയ്യുന്നു. മാർക്കറ്റ് താഴെ പോകുന്നില്ല എന്ന് കരുതിയിട്ട് കൂടെ നമ്മൾ ഇതിന് താഴെയായിട്ടുള്ള 15,650 ഒരു പുട്ട് നമ്മൾ ബൈ ചെയ്യുന്നു. ഇവിടെ സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രീമിയം നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് നമുക്ക് കിട്ടുന്ന പ്രീമിയം. പക്ഷേ നമ്മളത് ബൈ ചെയ്യുമ്പോൾ നമ്മൾ ഈ പ്രീമിയം കൊടുക്കണം. ബൈ സൈഡ് എപ്പോഴും നമ്മൾ ഡെബിറ്റ് ആണെന്ന് അറിയാലോ. അവിടെ നമ്മൾ കൊടുക്കേണ്ട എമൗണ്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും നമ്മളുടെ പ്രോഫിറ്റ്. ഇവിടെ ഞാനിതൊന്ന് ചേഞ്ച് ചെയ്തിട്ട് 850. ഇതിൻ്റെ ഡിഫറൻസ് ആണ് നമുക്ക് ഇവിടെ കിട്ടാവുന്ന റിവാർഡ്, നമുക്ക് കിട്ടാവുന്ന പ്രോഫിറ്റ്. ഇനി മാർക്കറ്റ് ഇതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. 15,850 മുകളിൽ നമ്മൾ ട്രേഡ് ചെയ്തതിന് ശേഷം മുകളിൽ പോയി നമുക്ക് പ്രോഫിറ്റിന് മാറ്റമൊന്നുമില്ല. വീണ്ടും മുകളിൽ പോയി അപ്പോഴും മാറ്റമില്ല. അതായത് മാർക്കറ്റ് എത്ര മുകളിൽ പോയാലും മുകളിൽ പോകുന്ന നമുക്ക് പ്രശ്നമില്ല, മാർക്കറ്റ് താഴെ പോകില്ല എന്നുള്ളതാണ് നമ്മുടെ വ്യൂ. വീണ്ടും നമ്മൾ ട്രേഡ് ചെയ്തെത്തി അതിനുശേഷം ഒരു 50 പോയിന്റ് താഴെ പോയി എന്ന് കരുതുക. നമുക്കിവിടെ ലോസ് സ്റ്റാർട്ട് ചെയ്തു. വീണ്ടും മാർക്കറ്റ് വീണ്ടും താഴെ പോയി എന്ന് കരുതുക. വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഇനി നമ്മൾ ഈ ബൈ ചെയ്ത പോയിന്റിലെത്തി, 650 നമ്മുടെ പ്രോഫിറ്റ് ലോസ് ഇത്രയായി. പക്ഷെ നമ്മുടെ ഇവിടെ ലോസ് നമ്മൾ ലിമിറ്റ് ചെയ്തു. ഇതാണ് നമുക്ക് മാക്സിമം വരാവുന്ന റിസ്ക്. ഇനി മാർക്കറ്റ് ഇവിടുന്ന് താഴെ പോയി കരുതുക. കണ്ടോ, സെയിം ലോസാണ്. മാർക്കറ്റ് എത്ര പോയാലും നമ്മുടെ ലോസ് നമ്മൾ സീൽ ചെയ്തു. അവിടെ നമ്മുടെ പ്രോഫിറ്റും സീൽ ചെയ്തു, ലോസും സെൽ ചെയ്തു. നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് ഹയർ സ്ട്രൈക്ക് മൈനസ് നെറ്റ് ക്രെഡിറ്റ്. അതായത് ഹയർ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സെല് ചെയ്ത സ്ട്രൈക്കിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രീമിയം, എത്ര പ്രീമിയമാണ് കിട്ടുന്നത് എന്നുള്ളത്, നെറ്റ് പ്രീമിയം അത് മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് ഈ ബ്രേക്ക് ഈവൻ പോയിന്റ്. നമുക്ക് ഇനി നോഫ് സ്റ്റൈൽ പ്ലോട്ട് ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം എക്സ്പയറി ഒന്ന് ചേഞ്ച് ചെയ്യാം. PFൻ്റെ എക്സ്പയറി ഒന്ന് ചേഞ്ച് ചെയ്തു. ഓപ്ഷൻ ആക്കിയിട്ട് നമ്മൾ ആദ്യം 15,850 പുട്ട് നമ്മൾ സെല്ല് ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ നേരത്തെ കണ്ട പേ ഓഫ് ചാർട്ട്, ഇതിൻ്റെ കൂടെ നമ്മൾ ഇതിനെ സ്പ്രെഡ് ചെയ്യാനായിട്ട് 15,650 ഒരു പുട്ട് നമ്മൾ ബൈ ചെയ്യുന്നു. ഇതാണ് നമ്മുടെ പേ ഓഫ്. അപ്പോൾ നമ്മളിവിടെ പ്രോഫിറ്റും നമ്മൾ ലിമിറ്റ് ചെയ്തു, ലോസും ലിമിറ്റ് ചെയ്തു. ഇതാണ് സ്ട്രാറ്റജി. ഇതിവിടെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ നിങ്ങൾക്കിവിടെ കാണാം, മാർജിൻ നിങ്ങൾക്കിവിടെ കാണാം 38,000 രൂപ. ഈ മാർജിനാണ് നമുക്ക് ആകെ വേണ്ടത്. സ്പ്രെഡ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് ഇവിടെ 15% കിട്ടുന്നു. നമ്മളിത്
നേക്കഡ് കോൾ മാത്രമാണ് സെല്ല് ചെയ്യുന്നതെങ്കിൽ പ്രീമിയത്തിൻ്റെ ഡിഫറൻസ് നിങ്ങൾ നോക്കിക്കോളൂ. ഈ സെല്ല് ബൈ ചെയ്യുന്നത് ഞാൻ കളഞ്ഞെന്ന് കരുതുക. ഇവിടെ പ്രീമിയം ചേഞ്ച് ചെയ്യണില്ലേ, 1,63,000. ഈ 1,63,000 വേണ്ട സ്ഥലത്താണ് നമ്മളിവിടെ പ്രൊട്ടക്ഷൻ കൊടുത്തപ്പോൾ നമ്മുടെ ചേഞ്ച് വന്നുണ്ടോ, എത്ര ഡിഫറൻസ് ആണ് വന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പ്രൊട്ടക്ഷനും കിട്ടി, ഹെഡ്ജ് ചെയ്ത പ്രൊട്ടക്ഷനും കിട്ടി, നമ്മുടെ കോസ്റ്റും കുറഞ്ഞു, വളരെയധികം കോസ്റ്റ് കുറഞ്ഞു. സേഫായിട്ടുള്ള 1% എന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു മന്ത്ലി, ഇതൊരു വീക്കിലി, നാളത്തെയാണ്, 2 ദിവസത്തെയാണ് ട്രേഡ് എടുക്കുമ്പോൾ നിങ്ങൾ ഇതേപോലെ നോക്കണം. ഇനി ഗ്രീക്സ് നോക്കിക്കഴിഞ്ഞാൽ ഗ്രീക്സിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ പ്ലസ് മൈനസ് ആണ്. ഇത് ഇൻ റുപ്പീസ് കാണിച്ചാൽ നമുക്ക് 1,684 രൂപ ഒരു ദിവസത്തേക്ക് നമുക്ക് ലാഭം കിട്ടും. പക്ഷേ നമ്മൾ ബൈ സൈഡിൽ നഷ്ടം 840 ആണ്. എന്നാൽ നമുക്ക് ഓവറോൾ ഒരു ദിവസത്തേക്ക് ഇത്ര രൂപ ലാഭമാണ്. തീറ്റ ഗെയിനാണ്. ബേ ഗെയിം കണ്ടില്ലേ, പ്ലസ് ഓർ മൈനസ് ആണ്, ന്യൂട്രലായിട്ട് വരും. നമ്മളൊരു സെല്ലും ബൈയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ക്രെഡിറ്റ് സ്ട്രാറ്റജിയിൽ എപ്പോഴും സ്പ്രെഡ് നിങ്ങൾ ചെയ്യുക. നേരത്തെ ഞാൻ പറഞ്ഞതാണ്, കോള് പുട്ട് സെല്ല് ചെയ്യുമ്പോൾ അൺലിമിറ്റഡ് ലോസ് വരും, നമുക്ക് അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാവുന്നത്. എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ട്രേഡ്സ് എടുക്കാൻ ശ്രമിക്കുക. കോസ്റ്റ് കുറയും, പ്രോഫിറ്റ് കൂടും. അതുപോലെ അൺലിമിറ്റഡ് ലോസ് എന്നുള്ള ഒരു സ്ട്രാറ്റജിയിൽ എല്ലാവരും ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നതാണ് റൈറ്റിംഗ് ട്രേഡ് അൺലിമിറ്റഡ് ആണെന്ന്. കാരണം ഇത് അറിയാതെ ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജി മനസ്സിലായി കാണുമെന്ന് വരുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ വേറെ സ്ട്രാറ്റജിയുമായിട്ട് വീണ്ടും കാണാം.